നമ്മുടെ സ്വഭാവമായും മനോഭാവമായും പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പക്വത, അതായത് മെച്യൂരിറ്റി. ഗൗരവത്തെ പലപ്പോഴും പക്വതയായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എപ്പോഴും മുഖത്ത് ഗൗരവം വരുത്തിയിട്ട് ഇങ്ങനെ എയർ പിടിച്ച് നടക്കുന്നതാണോ ശരിക്കും പക്വത? ഡെഫിനറ്റ്ലി അല്ല. ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കാനും ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് ഗൗരവം കാണിക്കാനുമുള്ള തിരിച്ചറിവുണ്ടല്ലോ, അതാണ് ശരിക്കും പക്വത. ഇന്നത്തെ മിക്ക യങ്സ്റ്റേഴ്സിനും ഇല്ലാത്തതും ഈ തിരിച്ചറിവ് തന്നെയാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെയും സെൽഫ് അവയർനെസ്സിനെയും കുറവാണ് പലപ്പോഴും പക്വതയില്ലായ്മയ്ക്ക് കാരണം. ഒരാൾ സോഷ്യൽ ഇൻട്രാക്ഷൻസിനെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ പല ആസ്പെക്ട്സ് നിരീക്ഷിച്ചാലും ഒരാളുടെ പക്വതയില്ലായ്മ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് നമ്മൾ മെച്യൂർ ആകേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവയെല്ലാം ഇമ്പ്രൂവ് ചെയ്യൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇമ്മെച്യൂർ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ കാണിക്കുന്ന കുറച്ച് സൈൻസ് നമുക്കൊന്ന് നോക്കിയാലോ. Hello friends, it's me your brother and welcome back to another great episode. So number 1, overuse of social media for validation. നമ്മളിൽ ചിലരെങ്കിലും അടിക്കടി സ്റ്റാറ്റസും സ്റ്റോറിയും അപ്ഡേറ്റ് ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള അമിതമായിട്ടുള്ള ഷെയറിംഗ് ഇമ്മെച്യൂരിറ്റിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. കാരണം എല്ലാം എപ്പോഴും ആളുകളെ കാണിക്കുന്ന ശീലം മറ്റുള്ളവർ നമ്മളെ വാച്ച് ചെയ്യണമെന്നും നമ്മളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുകയും ലൈക്സ്, ഷെയർസ്, കമൻറ്റ്സ് എന്നിവയൊക്കെ വളരെ വലിയ കാര്യങ്ങളായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റേണൽ വാലിഡേഷൻ നേടാനുള്ള ആ ഒരു നീഡ് ശരിക്കും ഇൻസെക്യൂരിറ്റീസിനെയും ആത്മവിശ്വാസക്കുറവിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മെച്യൂരിറ്റിയുള്ള ആളുകൾ അവരുടെ ഇന്റേണൽ വാലിഡേഷനാണ് മുൻതൂക്കം നൽകുക. അവർക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർ മറ്റുള്ളവരുടെ അറ്റൻഷൻ ലഭിക്കുന്നതിനേക്കാൾ പർപ്പസ്ഫുള്ളായി മീനിങ് ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. നമ്പർ 2, അവോയ്ഡൻസ് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ആക്ഷൻസിനെയും സാഹചര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് മടി കാണിക്കും. പക്വതയില്ലാത്ത വ്യക്തികൾ അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവരുടെ തന്നെ തീരുമാനങ്ങളുടെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനായിട്ട് ഒരിക്കലും അവർ തയ്യാറാവില്ല. അവർ ഒരിക്കലും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കില്ല. പകരം അങ്ങനെ സംഭവിക്കാൻ കാരണം മറ്റാരെങ്കിലും ആണ് എന്ന് പറഞ്ഞ് അവരുടെ മേലെല്ലാം കെട്ടിവെച്ച് തടി തപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഓരോ സാഹചര്യത്തിലും പങ്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യൽ ഒരാളുടെ പക്വതയുടെ ലക്ഷണമാണ്. പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കൂടിയാണ് ഇത്. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക? അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയുക? നമ്പർ 3, സൂപ്പർഫിഷ്യൽ ഫ്രണ്ട്സ്. മീനിങ് ഫുൾ ആയ റിലേഷൻഷിപ്സ് ആണ് പല പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുക. എന്നാൽ വളരെ ഡീപ്പായ മീനിങ് ഫുൾ ആയ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നതിന് പകരം ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂട്ടാനാണ് ശ്രമിക്കുക. ഇവർക്ക് എല്ലായിടത്തും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഗുണനിലവാരത്തേക്കാൾ അളവിനോടുള്ള ഈ മുൻഗണന ആഴവും ആധികാരികതയും ഇല്ലാത്ത ഉപരിപ്ലവമായ ഇടപെടലുകളിലേക്ക് നയിച്ചേക്കാം. കാര്യമായ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാതെ അവർ ജനപ്രീതി ആർജിക്കുന്നതിലും വിശാലമായിട്ടുള്ള സാമൂഹിക വലയം നിലനിർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. ശക്തവും പിന്തുണ നൽകുന്നതുമായിട്ടുള്ള ബന്ധങ്ങളുടെ മൂല്യം പക്വതയുള്ള വ്യക്തികൾ മനസ്സിലാക്കുന്നു. പരസ്പര പിന്തുണയും ധാരണയും വളർച്ചയും പ്രദാനം ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള കുറച്ച് കണക്ഷനുകൾ നിർമ്മിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ബന്ധങ്ങൾ കേവലം സാമൂഹിക സൗകര്യത്തിന് പകരം വിശ്വാസം, ബഹുമാനം, പങ്കിട്ട മൂല്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്പർ 4, ഒബ്സഷൻ വിത്ത് ഫ്ലീറ്റിംഗ് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ്. നമുക്കൊരാളോട് ക്രഷ് തോന്നൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ക്രഷുകളോട് ഒബ്സഷൻ തോന്നുകയും സൂപ്പർഫിഷ്യലായ അട്രാക്ഷൻ തോന്നുകയും ചെയ്യുന്നത് ഇമ്മെച്യൂരിറ്റിയുടെ സൈനാണ്. ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ മീനിങ് ഫുൾ ആയ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നതിന് പകരം ഫിസിക്കൽ അപ്പിയറൻസും സോഷ്യൽ സ്റ്റാറ്റസുമാണ് ഫോക്കസ് ചെയ്യുക. ഇൻഫാക്ച്വേഷനും അമിതമായിട്ടുള്ള സങ്കല്പങ്ങളും കാരണം ഇവർ ഒരു റിലേഷൻഷിപ്പിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല. അവർ പാർട്ട്നേഴ്സിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഡീപ്പായ ഫുൾഫില്ലിംഗ് ആയ റിലേഷൻഷിപ്സിനാണ് മെച്യൂർ ആയിട്ടുള്ള വ്യക്തികൾ ആഗ്രഹിക്കുക. മ്യൂച്വൽ റെസ്പെക്റ്റും ജെന്യൂനായ ഇമോഷണൽ കണക്ഷനും ഒക്കെയാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുക. മെച്യൂറായ ആളുകൾക്ക് മീനിങ് ഫുൾ ആയ റിലേഷൻഷിപ്സ് നിലനിൽക്കാനായിട്ട് ഒരുപാട് എഫേർട്ടും കമ്മിറ്റ്മെൻറ്റും ആവശ്യമാണ് എന്നും ചലഞ്ചസ് നേരിടുന്ന സമയത്ത് ഒരുമിച്ച് മുന്നേറണം എന്നൊക്കെ അറിയാം. സോ അതിനായിട്ടാണ് അവർ സ്ട്രൈവ് ചെയ്യുക. പിന്നെ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ കീം എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ഏത് കോളേജ് കിട്ടും എന്നറിയണമെങ്കിൽ ദെൻ അത് നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ കോളേജ് പ്രെഡിക്റ്റർ യൂസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ജസ്റ്റ് നിങ്ങളുടെ റാങ്ക് എൻ്റർ ചെയ്യുക, ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, ദെൻ അതിനനുസരിച്ച് കോളേജസ് സോർട്ടായിട്ട് വരും. സോ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ 5,
പുവർ ടൈം മാനേജ്മെൻറ്റ്. ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കുകയും സമയത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ രീതിയിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. പ്രോക്രാസ്റ്റിനേഷൻ, ലാക്ക് ഓഫ് പ്രയോറിറ്റി, സമയത്തിൻ്റെ കാര്യക്ഷമമല്ലാത്ത ഉപയോഗം എന്നിവയിൽ നിന്ന് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട ജോലികളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവർ സോഷ്യൽ മീഡിയയിലോ വീഡിയോ ഗെയിമുകളിലോ മറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളിലോ അമിതമായിട്ട് സമയം ചിലവഴിക്കും. മെച്ചുവറായുള്ള ആളുകൾ സമയത്തിൻ്റെ വാല്യൂ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരുടെ വർക്ക്സ് പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. അവർ ഗോൾസ് സെറ്റ് ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് എഫേർട്ട് എടുക്കുകയും അതിനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. വ്യക്തികളെ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഒരു ബാലൻസിങ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രാപ്തരാക്കുന്ന മെച്യൂരിറ്റിയുടെ ഒരു പ്രധാന വശമാണ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. നമ്പർ 6, സെൽഫ് സെൻറ്റേർഡ്നെസ്. ഇമ്മച്ചുവർ ആയിട്ടുള്ള വ്യക്തികളിൽ കാണപ്പെടുന്ന മറ്റൊരു സൈനാണ് സെൽഫ് സെൻറ്റേർഡ്നെസ്. സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എംപതി കുറവായിരിക്കും, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. മിക്കവാറും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് സിമ്പതി ആൻഡ് എംപതി. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നത് കണ്ടാൽ അയ്യോ പാവം അവൻ അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് സിമ്പതി കൊണ്ടാണ്. എംപതി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് അയ്യോ പാവം എന്നൊക്കെ പറയുന്നതിന് പകരം അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതിനാണ്, അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകൾ സിമ്പതി കാണിച്ചാലും അവർക്ക് എംപതി കുറവായിരിക്കും. പിന്നെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെക്കാൾ സ്വന്തം കാര്യങ്ങൾക്കും അവകാശങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻസ് നൽകുക. എന്തൊരു പ്രശ്നം വന്നാലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകൾ തയ്യാറാവില്ല. അവരുടെ സൈഡ് എപ്പോഴും നന്നായി കാണുവാൻ മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. മെച്ചുവറായ ആളുകൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് പെരുമാറുക. അവർക്ക് എംപതി സ്കില്ല് വളരെ ഹൈ ആയിരിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് അവർ ശ്രമിക്കും. എൻ്റേതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നവർ മനസ്സിലാക്കും. തങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് സോറി പറയാനും ആവശ്യമെന്ന് തോന്നിയാൽ വിട്ടുവീഴ്ച ചെയ്യാനും അവർ റെഡി ആയിരിക്കും. എൻ്റേതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡിലും ചിലപ്പോൾ ന്യായമുണ്ടാകും എന്ന് മെച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തി ചിന്തിക്കും. സോ ഫ്രണ്ട്സ്, മെച്യൂരിറ്റി നമ്മളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾ മെച്ചുവർ ആണോ അതോ ഇമ്മെച്ചുവർ ആണോ എന്നൊക്കെ ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.